ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജാഷുവിനെ കാണാൻ ഇപ്പോൾ സാക്ഷി ഹൃദയം തകർന്നാണ് തിരികെ എത്തിയത്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അച്ഛനും അമ്മയും ആദ്യം അവളോട് പെരുമാറിയത്. അങ്ങനെ അവൾ മുറിയിലേക്ക് കയറി പോകുന്നു. അതിനുശേഷമാണ് അവൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അച്ഛൻ യാനിനോട് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവളുടെ തെറ്റ് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് അവൻ പറയുന്നു. ഭക്ഷണം കഴിച്ചതോടെ അവളോട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, ചെയ്തത് തെറ്റാണെന്ന് അവൾക്കറിയാം, ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നവൾ ഉറപ്പ് തന്നിട്ടുണ്ട്. അവളുടെ സ്വഭാവം വെച്ച് അവൾ വേണ്ട എന്ന് വെച്ച ഒരു കാര്യം പിന്നീട് തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇനി ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്നവൻ അമ്മയോടും പറയുന്നു. ജീവിതത്തിൽ ഒരു തവണയൊക്കെ പ്രതിഷേധിക്കാത്തവർ ആരും ഉണ്ടാകില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇത് വിട്ടേക്കാമെന്ന് അച്ഛനും പറയുന്നു. ID ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിയതുകൊണ്ട് തൽക്കാലം അവളുടെ IDയും ഫോണും വാങ്ങി വെക്കാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അവൾ ചെറിയ സ്കർട്ടാണ് ധരിച്ചിരുന്നത്, എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ അമ്മ ഒരു ചുക്ക് കാപ്പി അവനെ ഏൽപ്പിക്കുന്നു. സാക്ഷി സമയം മുറിയിലുണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ ബോക്സ് എടുത്ത് ജാഷുവുമായി ബന്ധപ്പെട്ട അവളുടെ കൈവശമുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായി അതിലേക്ക് എടുത്ത് വെക്കുകയായിരുന്നു. അവൻ നൽകിയ പാവയും പലപ്പോഴായി നൽകിയിട്ടുള്ള ഗിഫ്റ്റുമൊക്കെ അവൾ അതിൽ വെക്കുന്നു. ഇഹേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണം എന്നുള്ള ആഗ്രഹവും തൽക്കാലം അവൾ ഉപേക്ഷിച്ച മട്ടാണ്. ആ ആഗ്രഹം എഴുതിയുണ്ടാക്കിയിട്ടുള്ള സ്റ്റാർ തിരിച്ചെടുത്ത് തുറന്ന് അവൾ അത് വെട്ടിക്കളയുന്നുണ്ട്. അങ്ങനെ അവളുടെ ആദ്യ പ്രണയം തൽക്കാലം അവൾ പൂട്ടിക്കെട്ടി പെട്ടിയിലാക്കി വയ്ക്കുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞുള്ള സമയമാണ്. സാക്ഷി ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. ആദ്യ പ്രണയം തൽക്കാലം മടക്കി കിട്ടിയെങ്കിലും അന്ന് ആഗ്രഹിച്ചതുപോലെ ഇഹേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അവൾ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. അവിടെ പുതിയൊരു ജീവിതമാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അവിടെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ഓരോരുത്തരായി പരിചയപ്പെടുകയാണ്. ഫോണിലെ ക്യാമറയിൽ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന ഈ അടിച്ചുപൊളി പെൺകുട്ടി, വേ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടുവരുന്ന ഈ കൂൾ ഗേൾ യൂഷിൻ, പിന്നെ ബുക്സുമായി വരുന്ന പഠിപ്പിച്ച ലുക്കുള്ള വാങ്, ഈ 3 പേരുമാണ് അവളുടെ റൂംമേറ്റ്സും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ. വാങ്ങിനെ അവളുടെ എതിരെ വരുന്ന പയ്യൻ അബദ്ധത്തിലിടിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്സ് താഴെ വീഴുന്നു. ആ സമയത്ത് അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക എന്നൊരു പയ്യൻ ഓടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സഹായിക്കുന്നുണ്ട്. അത്രയും ബുക്സ് തനിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് അവൾക്ക് പോകേണ്ടത് എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അവൻ കൂടെ ചെല്ലുന്നു. ക്യാമ്പസിനുള്ളിലൂടെ സൈക്കിളിൽ വരികയായിരുന്ന സാക്ഷി വഴിയിൽ വെച്ച് വൈവേയും യൂഷിനെയും കാണുന്നു. വാങ് എവിടെയെന്ന് അവൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റേ പയ്യന്റെ ഒപ്പം വാങ് അവിടെ എത്തിയത്. കൂടെയുള്ളത് ആരാണെന്ന് അവർ ചോദിച്ചപ്പോൾ വാങ് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവൻ സ്വയം പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേര് മിങ്ങെന്നാണ്, സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങൾ ഡിജിറ്റൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ആണ്, റൂംമേറ്റ്സ് ആണെന്നൊക്കെ വൈവേ അങ്ങോട്ട് പരിചയപ്പെടുന്നു. അവൾ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ടൈപ്പ് ആയതുകൊണ്ട് അവൻ്റെ വീചാറ്റ് ഐഡി ചോദിക്കുന്നു. മാത്രമല്ല നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മൾ ഫ്രണ്ട്സായ സ്ഥിതി നിന്റെ ഫ്രണ്ട്സിനെയും കൂടി പാർട്ടിക്ക് വരണം എന്ന് ക്ഷണിക്കുകയും ചെയ്യുന്നു. മിങ് ഓക്കെ പറഞ്ഞ് ID നൽകുന്നുണ്ട്. എല്ലാവരെയും കൂടി ഒരു ഗ്രൂപ്പാക്കാം എന്നാണ് അവൾ പറഞ്ഞതെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പിന്നീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് യൂഷിൻ ഒഴിഞ്ഞു മാറുന്നു. സമയവും സ്ഥലവും ഒക്കെ മെസ്സേജ് ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ എത്തിക്കോളാം എന്ന് മിങ് സമ്മതിക്കുന്നുണ്ട്. ഇനി ബുക്സ് തന്നോളാൻ വാങ് പറഞ്ഞെങ്കിലും അവൾക്കത് എത്തിക്കേണ്ടത് എത്തിച്ചു കൊടുക്കാൻ അവൻ തയ്യാറാകുന്നു. അവരുടെ കൂട്ടത്തിൽ സാങ്ഷിയുടെ പ്രത്യേക താല്പര്യമുള്ളതുപോലെ അവളോട് പ്രത്യേക യാത്ര പറഞ്ഞിട്ടാണ് അവൻ പോയത്. അങ്ങനെ അടുത്ത ദിവസം വൈവയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവർ അവനെയും ഫ്രണ്ട്സിനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുറച്ച് സമയത്തുള്ളിൽ അവൻ ഫ്രണ്ട്സിനെയും കൂട്ടി അവിടെ എത്തുന്നു. ഷെങ് എന്നൊരു ക്ലാസ്മേറ്റും ക്ലബിലെ വേറെ കുറച്ച് ഫ്രണ്ട്സുമാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പരസ്പരം പരിചയപ്പെട്ട ശേഷം എല്ലാവരും കൂടി അവൾ ബുക്ക് ചെയ്തിരുന്ന പാർട്ടി ഹാളിലേക്ക് പോകുന്നു. ആ സമയത്ത് അവർക്കെതിരായി ജാഷു വരുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് സാക്ഷി ഫ്രണ്ട്സിനൊപ്പം പാർട്ടി ഹാളിലേക്ക് കയറുന്നതിനാൽ അവർ തമ്മിൽ കാണുന്നില്ല. അവിടെ തന്നെ മറ്റൊരു ഹാളിൽ അവൻ്റെ കുറച്ച് സഹപ്രവർത്തകർ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. അവൻ അതിനായി എത്തിയതാണ്. മുമ്പ് എയർപോർട്ടിൽ വെച്ച് സാക്ഷി കണ്ട അവൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അവൾ കരുതിയ ലേഡിയൊക്കെ അവിടെയുണ്ട്. പക്ഷെ അവൾ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവളുടെ ഒരു ഫ്രണ്ടിനെ അവനുമായി സെറ്റാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ ഗേൾഫ്രണ്ട് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജാഷു അവർ പറഞ്ഞതുപോലെ മറ്റേ പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അവർ പറയുന്നതൊക്കെ ഓക്കെ പറയുന്നു എന്ന് മാത്രം. അവർ നിർബന്ധിച്ചപ്പോൾ അവൾക്കൊപ്പം പാടാനും തയ്യാറാകുന്നു. സാങ്ഷിയും ഫ്രണ്ട്സും ബർത്ത്ഡേ പാർട്ടി അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ്. സാങ്ഷിയും വാങ്ങും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ബഹളത്തിനിടയിലേക്ക് പോകാതെ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. മിങ്ങടയ്ക്ക് സാക്ഷി എടുത്ത് ചെന്നിരുന്ന അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിച്ച വേവേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, അതിനിടയിൽ നീ ഇവിടെ ലൈൻ വലിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നു. വീണ്ടും പാർട്ടി നടക്കുന്നതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞ് സാക്ഷി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവളുടെ കോട്ടാണെന്ന് കരുതി അവൾ എടുത്തുകൊണ്ട് പോയത് അതേപോലെയുള്ള മറ്റാരുടെ കോട്ടായിരുന്നു. പുറത്തിറങ്ങി ഫോൺ തരുന്നതിനിടയിൽ കോട്ടിന്റെ മറുവശത്തെ പോക്കലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് സിഗരറ്റ് താഴെ വീഴുന്നു. അവളത് എടുക്കാൻ കുഞ്ഞപ്പോഴാണ് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ജാഷു അവളെ വിളിച്ചത്. തീരെ പ്രതീക്ഷിക്കാതെ അവൻ്റെ ശബ്ദം കേട്ട് കുറച്ച് സർപ്രൈസ് ആയിട്ടാണ് അവൾ നോക്കിയത്. കുറെ കാലത്തിന് ശേഷം അവനെ അവിടെ വെച്ച് കണ്ടത് അവളൊന്ന് ഷോക്കാകുന്നു. അവൾ എഴുന്നേൽക്കാൻ പോലും മറന്ന് അങ്ങനെ തന്നെ നിന്നു പോകുന്നുണ്ട്. അവൻ താഴെ വീണ് സിഗരറ്റ് പാക്ക് എടുത്ത് നോക്കിയിട്ട് നീ ഇപ്പോൾ ഈ ശീലവും തുടങ്ങിയെന്ന് ചോദിക്കുന്നു. ഇത് എൻ്റേതല്ല, ഫ്രണ്ടിൻ്റേതാണ്, അബദ്ധത്തിൽ എൻ്റെ കയ്യിൽ വന്നതാണെന്ന് അവൾ പറഞ്ഞെങ്കിലും അവനത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. നിന്റെ പോക്കറ്റിൽ നിന്ന് ഇത് താഴെ വീഴുന്ന ഞാൻ കണ്ടതാണല്ലോ, തൽക്കാലം ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞപ്പോൾ ശരിക്കും ഇതെൻ്റെ ഫ്രണ്ടിൻ്റേതാണ്, എങ്ങനെ എൻ്റെ പോക്കറ്റിൽ വന്നതാണ്, ഞാൻ തിരിച്ചു കൊടുത്തേക്കാമെന്ന് അവൾ പറയുന്നു. അവൾ സംസാരിച്ചപ്പോഴാണ് കുടിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയുന്നത്. അതിനെക്കുറിച്ചും അവൻ ചോദിക്കുന്നു. കുറച്ച് കുടിച്ചിട്ടുണ്ടെന്ന് അവൾ സമ്മതിക്കുന്നു. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല. നീ എന്താണ് എന്നെ കണ്ട് വിഷയാതിരുന്നത്, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമല്ലേ കാണുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയുന്നില്ല. ഫ്രണ്ട്സിനൊപ്പം എൻജോയ് ചെയ്യാൻ വന്നതാണോ എന്നവൻ ചോദിച്ചപ്പോൾ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം അവൾ പറയുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് അവൾ ഇടയ്ക്ക് മിലിറ്ററി ട്രെയിനിങ്ങിനും പോയിരുന്നു. അതെന്നാണ് കഴിഞ്ഞത്? നീ ഇവിടെ പഠിക്കാൻ തുടങ്ങിയ ശേഷം അടുപ്പിച്ച് 7 ദിവസത്തെ അവധി ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താണ് എന്നെ അന്വേഷിച്ച് വരാതിരുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് അധികം കള്ളം പറഞ്ഞെങ്കിലും വെക്കേഷൻ ടൈമിൽ ആർക്കാണ് ക്ലാസ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ
എനിക്ക് തെറ്റിപ്പോയതാണ്, ഞാനൊരു പാർട്ട് ടൈം ജോബിന് പോയി എന്നവൾ വീണ്ടും കള്ളം പറയുന്നു. ഞാൻ മുമ്പ് പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ചിലർക്കൊപ്പം അവരുടെ ടീച്ചറെ കാണാൻ പോകേണ്ടി വന്നിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, സ്കൂളിൽ പലതവണ കൊണ്ടുവിടേണ്ടി വന്നിട്ടുണ്ട്. ഈ കുട്ടിക്ക് അതിൻ്റെ ഒന്നും ഒരു നന്ദിയുമില്ലല്ലോ എന്നൊക്കെ ചെറിയ പരിഭവത്തോടെ ഞാൻ പറയുന്നു. ചേട്ടൻ ആ സമയത്ത് 4ാമത്തെ വർഷമായിരുന്നില്ലേ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുണ്ടെന്നവൾ എക്സ്ക്യൂസ് പറയുന്നു. നീ എൻ്റെ പ്രായത്തെ കളിയാക്കുകയാണ്, എന്നാലും നിന്റെ തെറ്റ് സമ്മതിച്ചുകൂടെ? ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അവൻ ചോദിക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാനിപ്പോൾ വളർന്നു കഴിഞ്ഞു, ഇപ്പോഴും കുട്ടിയാണെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് മോശമല്ലേ എന്നവൾ ചോദിക്കുന്നു. നീ എത്ര വളർന്നാലും ഞങ്ങളുടെ കണ്ണിൽ എന്നും കുട്ടിയെ തന്നെ ആയിരിക്കും എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അത് അവൾക്ക് കുറച്ച് ഹേർട്ട് ചെയ്യുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ടും ഞാനിപ്പോഴും കുട്ടി തന്നെയാണ്, ചേട്ടൻ മൂത്ത് നിറച്ചൊരു വൻ വൃക്ഷമായിരിക്കുന്നു എന്ന് പാതി തമാശ അവൾ പറയുന്നു. ഞാൻ നിനക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ട് നീ എനിക്കൊന്നിനും റിപ്ലൈ തന്നില്ലല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ ക്ലാസ്സിൻ്റെ തിരക്കുള്ളത് കൊണ്ടാണ് മറുപടിയൊന്നും നൽകാൻ കഴിയാതിരുന്നതെന്ന് അവൾ പറയുന്നു. പഠിക്കുന്നുണ്ടെന്ന് കരുതി പുറംലോകവുമായി ഒന്നും യാതൊരു ബന്ധവും വേണ്ട എന്നാണോ എന്നവൻ ചോദിച്ചപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ വേണ്ടെന്ന് വെച്ച് പഠിച്ചതുകൊണ്ടാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടിയത് എന്നവൾ സീരിയസ് ആയി പറയുന്നു. അവളുടെ ഗൗരവം കണ്ടവൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. 9 മണിയായല്ലോ, നീ മടങ്ങി പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പോകും എന്നവൾ പറയുന്നു. ഞാൻ കൊണ്ടാക്കാമെന്നവൻ പറഞ്ഞെങ്കിലും ഞാൻ ഫ്രണ്ട്സിനൊപ്പം പോയിക്കോളാമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലം കഴിഞ്ഞിരിക്കുന്നു, നീ ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ഇടാൻ പഠിച്ചിരിക്കുന്നു, ശരിക്കും അന്നത്തിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് എന്നവൻ പറയുന്നു. അവളത് സമ്മതിക്കുന്ന പോലെ തലകുലുക്കിയിട്ട് പോകുന്നു. അവളുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്ന പോലെയാണ് അവന് ഫീൽ ചെയ്തത്. സാക്ഷി തിരികെ പാർട്ടി ഹാളിൽ എത്തിയപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും അവളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുന്നു. സാക്ഷിയെ എന്നും രാത്രി അമ്മ വിളിക്കാറുണ്ട്. ആ സമയത്തിന് മുമ്പ് അവൾക്ക് ഹോസ്റ്റലിൽ എത്തണം, അതുകൊണ്ട് റൂമിലേക്ക് പോകുന്നതിനെ കുറിച്ച് അവൾ ബേബിയോട് ചോദിക്കുന്നു. അവൾ പക്ഷേ 11 മണി വരെയാണ് ഹാൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അമ്മയുടെ വിളിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് സാക്ഷിയുടെ റൂമിലേക്ക് പോയിക്കോളാൻ അവൾ പറയുന്നു. ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ജാഷി ഇപ്പോഴും അവളുടെ കുട്ടിയാണെന്ന രീതിയിൽ സംസാരിച്ചതിനെക്കുറിച്ച് ഓർത്ത് അതിന്റെ ദേഷ്യത്തിൽ ആ വയസ്സിനെക്കൂടെ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് എന്നെക്കുറിച്ചാണോ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നത് കേട്ടത്. അവിടെ കുറച്ച് അപ്പുറത്തായി അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സാക്ഷിയാകെ ഐസായി എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നു പോകുന്നു. ഇന്ന് രാത്രി നീ മീറ്റ് ചെയ്ത ഒരേ ഒരു വയസ്സിന് ഞാനാണ്, അതുകൊണ്ട് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ ചേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞത്, വേറൊരാളെക്കുറിച്ചാണ് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സിനൊപ്പമാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ തനിച്ചാണല്ലോ, ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് അവൻ കൂടെ ചെല്ലുന്നു. അവൾക്ക് അവൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ്റെ കാറിലാണ് അവൾ കോളേജിലേക്ക് പോയത്. വണ്ടിയിലിരിക്കുമ്പോൾ അവനോട് എന്ത് സംസാരിക്കണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാണ് അവൾ. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് അവൾ ചോദിക്കുന്നു. സ്ഥലം കേട്ടപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. എന്നെ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ വിട്ടാൽ മതിയായിരുന്നു, ഞാൻ തനിച്ച് പോയിക്കോളാം എന്നവൾ പറയുന്നു. എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് കൊണ്ടുവിടാൻ തീരുമാനിച്ചത്. നീ ഇന്ന് എത്ര കുപ്പി കുടിച്ചു? അപരിചിതർക്കൊപ്പം പോകുമ്പോൾ മദ്യപിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അവൻ ഉപദേശിക്കുന്നു. ഞാൻ അധികം കുടിച്ചില്ല, മാത്രമല്ല അവരാരും അപരിചിതരല്ല, കോളേജ് മേറ്റ്സാണ്, വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ റൂംമേറ്റ്സും അവിടെ ഉണ്ടായിരുന്നു എന്നവൾ പറയുന്നു. അതെനിക്കറിയാം, എന്നാലും ശ്രദ്ധിക്കണം, ഞാൻ ഓർമ്മിച്ചെന്നേ ഉള്ളൂ എന്നവൻ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ പിന്നെയും ഒന്നും മിണ്ടാതിരിക്കുന്നു. നീ എന്നോട് എന്തോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അറിയാതെ എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്നവൻ ചോദിക്കുന്നു. അപ്പോഴും കുട്ടിയെന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. ചേട്ടനെ കുട്ടിയെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നവൾ പറഞ്ഞപ്പോൾ അങ്ങനെ വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം? എനിക്ക് നിന്നേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ടല്ലോ, പിന്നെ നിന്റെ വിവാഹം കഴിഞ്ഞാലും അച്ഛനും അമ്മയും നിന്നെ ഒരു കുട്ടിയായിട്ടായിരിക്കും കാണുന്നത് എന്നവൻ പറയുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛനാകാനാണോ ചേട്ടൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ എടുത്തടിച്ച പോലെ ചോദിക്കുന്നു. അവനൊന്ന് ചമ്മുന്നുണ്ട്. അത് മനസ്സിലായതുപോലെ ഞാനിപ്പോൾ വളർന്നില്ലേ, എനിക്കത് കേൾക്കുമ്പോൾ എന്താ പോലെ തോന്നുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് എന്നവൾ പറയുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നവൻ പറയുന്നുണ്ട്. അവൻ്റെ ജോലിയെപ്പറ്റി അവൾ ചോദിക്കുന്നു. അവൻ്റെ പ്രോഗ്രാമറാണെന്ന് ഞാൻ പറഞ്ഞറിഞ്ഞു. ഗെയിം ഇൻഡസ്ട്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഏത് ഗെയിമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എൻ്റെ മുറിയിൽ നന്നായി ഗെയിം കളിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട്, അവൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നവൾ പറയുന്നു. ഗെയിമിൻ്റെ പേര് അവൻ പറഞ്ഞു കൊടുക്കുന്നു. പഴയ ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ് അവൾ ഇവിടെ തന്നെ പഠിക്കാൻ വന്നതെന്നവൻ ഇടയ്ക്ക് അവളോട് ചോദിക്കുന്നു. അതുകൊണ്ടല്ല, ഇവിടുത്തെ ഡിജിറ്റൽ മീഡിയ പ്രോഗ്രാമാണ് രാജ്യത്തെ ഏറ്റവും മികച്ചത്, മാത്രമല്ല എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സ്കോറും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തു എന്നവൾ പറയുന്നു. നീ ഇവിടെ പഠിക്കാൻ വന്നത് ഞാനിന് അത്ര ഇഷ്ടമുള്ളതായി തോന്നിയില്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് എന്നവൻ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കുറേ കാലമായി അയാളുമായി കോൺടാക്റ്റ് ഒന്നുമില്ല. ഞാനിവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത കാര്യം ചേട്ടനോട് പറഞ്ഞില്ല, പക്ഷേ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. അവർ സമ്മതിക്കുകയും ചെയ്തതാണ്. അഡ്മിഷൻ കിട്ടിയ ശേഷമാണ് അവളോട് പറഞ്ഞത്, അതിൻ്റെ ദേഷ്യമാണ്. ഞാൻ എവിടെയാണ് അപ്ലൈ ചെയ്തതെന്ന് അവൻ എന്നോട് ചോദിച്ചതുമില്ല എന്നവൾ പറയുന്നു. പിന്നെ ഞാനിപ്പോൾ മുതിർന്നു കഴിഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്നവൾ പറയുന്നു. സാക്ഷി ശരിക്കും വലിയ കുട്ടിയെ എന്നവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നീ ഇപ്പോഴും എന്നെ കുട്ടിയായിട്ട് കാണല്ലോ കാണുന്നത് എന്നവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഹോസ്റ്റലിനടുത്തെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് നീ ഇത്ര ദൂരം വന്ന് തനിച്ച് നിൽക്കുകയല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പഠിക്കരുത്. ഞാൻ നേരത്തെ തമാശ പറഞ്ഞതാണ്, നീ വഴിതെറ്റി പോകില്ല എന്ന് എനിക്കറിയാം, എന്നാലും എന്നെ വയസ്സനാണെന്ന് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി എന്നവൻ പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് അവൾ സോറി പറയുന്നു. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്നെ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നവൻ പറയുന്നുണ്ട്. അവളുടെ റൂമിലെടുത്തെത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കവർ അവളെ ഏൽപ്പിച്ചിട്ട് ഇതിൽ തേനുണ്ട്, റൂമിലെത്തിയാൽ കുറച്ച് ഹണി വാട്ടർ ഉണ്ടാക്കി കുടിക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തലവേദന ഉണ്ടാകും എന്നവൻ പറയുന്നു. അവളത് വാങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ കുറേ കാലമായി ഞാൻ ഇവിടെ തനിച്ചാണ്, നീ ഇവിടെയാണ് പഠിക്കാൻ വരുന്നതെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചിരുന്നു എന്നവൻ പറയുന്നു.
അത് കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ വീണ്ടും കാണാമെന്ന് പറഞ്ഞവൾ അകത്തേക്ക് പോകുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് ചെന്ന് അവൾ തിരിഞ്ഞു നിന്ന് അവൻ പോകുന്നത് നോക്കുന്നുണ്ട്. അവൻ വണ്ടിയിൽ കയറിയ ശേഷമാണ് അവൾ റൂമിലേക്ക് പോയത്. റൂമിലെത്തിയ ഉടൻ തന്നെ അവൻ പറഞ്ഞതുപോലെ അവൾ ഹണി വാട്ടർ ഉണ്ടാക്കി കുടിക്കുന്നു. അവൻ ഇവിടെ തനിച്ചായിരുന്നു എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അവൻ്റെ വീട് ഇവിടെയല്ലേ? അവിടെ ആരുമില്ലേ? അവൻ്റെ ഗേൾഫ്രണ്ട് എവിടെ? എന്നിങ്ങനെ പല സംശയങ്ങളും അവൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് ഇനി ഇങ്ങനെ തനിച്ച് കോളേജിലേക്ക് പോകേണ്ട ഒരു സമയത്ത് ആരെങ്കിലും കൂട്ടിന് വിളിക്കണം എന്നവൻ മെസ്സേജ് അയച്ചത്. അവൾ ഓക്കെ എന്ന് റിപ്ലൈ നൽകുന്നുണ്ട്. മുമ്പ് അവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം അവൻ ഒരുപാട് മെസ്സേജുകൾ അവളുടെ ഫോണിലേക്ക് അയച്ചിരുന്നെങ്കിലും ഒന്നിനും അവൾ റിപ്ലൈ നൽകിയിരുന്നില്ല. ഇന്ന് അവൻ അതിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ അവൾ അതൊക്കെ എടുത്ത് വെറുതെ നോക്കുന്നു. അടുത്ത ദിവസം രാവിലെ സാങ്ഷിയുടെ റൂംമേറ്റ്സ് 3 പേരും കൂടി തലേദിവസത്തെ പാർട്ടിയെക്കുറിച്ചുള്ള ഡിസ്കഷനിലാണ്. ഷൻ കണ്ണെടുക്കാതെ എൻ്റെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വൈവേ പറഞ്ഞപ്പോൾ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവനേക്കാൾ സുന്ദരൻ മിങ് ആണ് എന്ന് യൂഷിൻ പറയുന്നു. അവന് പക്ഷേ എന്നോടല്ല താല്പര്യം, വേറെ ഒരാളോടാണെന്ന് പറഞ്ഞ് വൈവേ വാങ്ങിനെ നോക്കുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വാങ് പറഞ്ഞപ്പോഴാണ് സാങ്ഷി ഫോൺ വിളിച്ചുകൊണ്ട് അകത്ത് കയറി വന്നത്. ഇന്നലെ രാത്രി ഒരുപാട് കുടിച്ചോ എന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് ആരോ വിളിച്ച് അവളെ വഴക്ക് പറയുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരും ആകാംക്ഷയോടെ എന്താ പറയുന്നത് തന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലായി അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മിങ് നിന്നെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. നീ സേഫായി എത്തിയോ? ഒറ്റയ്ക്കാണോ പോയത് എന്നൊക്കെ അവൻ പലതവണ ചോദിച്ചു. നിന്നെ അവൻ കോൺടാക്ട് ചെയ്തിരുന്നോ എന്ന് വേവേ അവളോട് ചോദിക്കുന്നു. ഞാൻ എൻ്റെ മെസ്സേജ് ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മിങ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാണുന്നു. ഇനി തനിച്ച് കോളേജിലേക്ക് പോകേണ്ടി വരുമ്പോൾ എന്നെ കൂട്ടിന് വിളിക്കാൻ മടിക്കണ്ട എന്നാണ് അവൻ അയച്ചിരിക്കുന്നത്. അടുത്ത തവണ തനിച്ചു പോകേണ്ടി വരുമ്പോൾ ആരെങ്കിലും കൂട്ടിന് കണ്ടെത്തണം എന്ന് ജാഷു മെസ്സേജ് അയച്ചിരുന്നത് അവൾ അപ്പോൾ എടുത്തു നോക്കുന്നുണ്ട്. അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് എന്ത് മെസ്സേജാണ് അവൻ അയച്ചതെന്ന് ചോദിച്ച് ഫ്രണ്ട്സ് അവൾക്ക് ചുറ്റും കൂടുന്നു. അവർ ജാഷുവിൻ്റെ മെസ്സേജ് കാണാതെ അവൾ പെട്ടെന്ന് മാറ്റുന്നുണ്ട്. നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലല്ലോ, നിനക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്താണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ച് വേവേ അവളുടെ പുറകെ കൂടുന്നതിനാൽ അവരോട് പറയാൻ അവൾ തീരുമാനിക്കുന്നു. പക്ഷെ പറഞ്ഞത് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ് എന്ന രീതിയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ ചെറുപ്പം മുതൽ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് അവൻ വേറൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ അവനെ വിട്ടുകളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അവൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് എന്ന് സാക്ഷി പറയുന്നു. ചേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എത്ര വയസ്സുണ്ട് എന്നവർ ചോദിക്കുന്നു. 24 വയസ്സുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നായി അടുത്ത ചോദ്യം. ഗെയിം ഡെവലപ്പർ ആണെന്ന് പറഞ്ഞപ്പോൾ ഏത് ഗെയിമാണ് ചെയ്യുന്നതെന്ന് യൂഷൻ ചോദിക്കുന്നു. സാങ്ഷി അല്ലെങ്കിൽ തന്നെ അവളോട് ഗെയിമിൻ്റെ കാര്യം പറയണമെന്ന് കരുതിയിരുന്നതാണ്. അവൾ ഗെയിമിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പോപ്പുലർ ഗെയിമാണിത്, ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും അതാണെന്ന് പറഞ്ഞ് അവൾ ഫോണിൽ ഗെയിം കാണിച്ചു കൊടുക്കുന്നു. സാങ്ഷി ദിവാങ് നോക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഈ ഗെയിം ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് ലിസ്റ്റിലാണ്. ഇത് ഡിസൈൻ ചെയ്ത ആൾ ശരിക്കും ജീനിയസ് ആണെന്നൊക്കെ യൂഷിൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഗെയിമിനെ കുറിച്ച് സംസാരിക്കേണ്ട, അവനിപ്പോൾ ഗേൾഫ്രണ്ട് ഉണ്ടെന്ന കാര്യം പറയാൻ വേവേ പറയുന്നു. ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് സാക്ഷി പറഞ്ഞപ്പോൾ നിന്റെ ഫ്രണ്ട് ഇപ്പോഴും അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നവർ ചോദിക്കുന്നു. അതും ഇല്ലെന്നാണ് തോന്നുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ സംശയിക്കേണ്ട കാര്യം എന്താണ്? ഫ്രണ്ടിന് ഇപ്പോഴും അവന് ഇഷ്ടമാണെങ്കിൽ പുറകെ പോയി ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ വിട്ടുകളയണം. അവൾ ഇത്ര വിഷമിക്കാൻ വേണ്ടി എന്താണ് ഇരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. അവൻ അവളെ ഒരു സിസ്റ്ററായിട്ടാണോ കാണുന്നത് എന്നാണ് അവളുടെ സംശയം എന്നവൾ പറഞ്ഞപ്പോൾ നിന്റെ ഫ്രണ്ടിന് എത്ര വയസ്സുള്ളപ്പോഴാണ് അവൾ അവനെ ഇഷ്ടപ്പെട്ടത് എന്നവർ ചോദിക്കുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണെന്ന് അവൾ പറഞ്ഞപ്പോൾ ആ സമയത്ത് അവൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിചാരിക്കണമായിരുന്നു. അവനെ കുറ്റം പറയാൻ പറ്റില്ല എന്നവർ പറയുന്നു. അവനെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് വിവരിക്കാനും അവർ പറയുന്നു. സാക്ഷി അതും പറയുന്നു. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലുക്കൊക്കെ വെച്ചിട്ട് അവന് ഗേൾഫ്രണ്ട് ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്നവർ എല്ലാവരും പറയുന്നു. നിങ്ങൾക്ക് അവനെക്കുറിച്ച് എന്തറിയാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. തമാശയൊക്കെ മതിയാക്കാം, ഇനി പഠിക്കാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും എഴുന്നേറ്റ് പോകുന്നു. വേവയ്ക്ക് മാത്രം പഠിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. രാത്രിയാകുന്നതിന് മുമ്പ് എത്തണമെന്ന് യൂഷിൻ അവളെ ഓർപ്പിക്കുന്നു. അവൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് സാങ്ഷി ഫോൺ എടുത്ത് നോക്കിയത്. ഇതിലാരോ മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ എടുത്തു നോക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ പാർട്ടി നടക്കുന്നത് വെച്ച് സാക്ഷിയെ കണ്ട ശേഷം അവൾ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജാഷു അടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയി അവൾക്ക് നൽകാനായി തേൻ വാങ്ങിക്കുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.